ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിരൺസ് ഇൻസൈറ്റ്. അങ്ങനെ കുറച്ച് ദിവസം തേടുന്നെന്ന് കിട്ടിയ നല്ലൊരു ആനിമയാണ് ടു എറ്റേണിറ്റി എന്ന ആനിമയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് സീസൺസ് ഉണ്ട്. സോ അതിന്റെ സീസൺ 1 എപ്പിസോഡ് 1 ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സീരീസ് ആരംഭിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു ഓർബാണ്. ഓർബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, ഭൂമിയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വന്ന, ചിലപ്പോൾ അത് വേറൊരു ഡയമെൻഷനിൽ നിന്ന് വന്നതായിരിക്കാം, അങ്ങനെ വന്നൊരു ഓർബാണ്. സോ ആ ഓർബിന് ഒരു കഴിവുണ്ട്. കഴിവെന്താണെന്ന് പറഞ്ഞാൽ ആ ഓർബ് ആ ഒരു ഭൂമിയിലേക്ക് വന്നതും വേറൊരു വസ്തുവായിട്ട് കോണ്ടാക്ട് ആയാൽ ആ രൂപത്തിലേക്ക് മാറാനുള്ള ഒരു കഴിവ് ഈ ഓർബിനുണ്ട്. സോ ഈ ഒരു ഓർബ് നേരെ വന്ന് വീഴുന്നത് ഒരു കല്ലിന്റെ പുറത്തേക്കാണ്. അപ്പൊ ആ ഓർബ് ആ കല്ലിന്റെ രൂപമായിട്ട് മാറുകയാണ്. സോ ആ പാറയുടെ രൂപത്തിൽ തന്നെ ആ ഒരു ഓർബ് ഒരുപാട് നാള് നിലനിന്നു. സീസൺസും വർഷങ്ങളും എല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുകാലം വരികയാണ്. ആ ഒരു മഞ്ഞ് പെയ്ത് അവിടെ ഫുള്ള് മഞ്ഞുകട്ടയായി മൂടിക്കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫോക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഫോക്സിന് ഒട്ടും വയ്യെന്നുള്ള കാര്യം നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാം. കാരണം ആ ഫോക്സിന്റെ കാലിന്റെ അടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വയറിന്റെ സൈഡിലായിട്ടാണ് അടി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫോക്സ് അവിടെ വെച്ച് മരിച്ചു വീഴുകയാണ്. വൺ ഓഫ് ദ റീസൺ ഈ ഒരു മുറിവാണെങ്കിൽ തന്നെയും വേറൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അത്രയും വലിയൊരു സ്നോഫാളും ആ ഒരു തണുപ്പും താങ്ങാതെയും കൂടിയാണ് ഈ ഒരു ഫോക്സ് മരിച്ചു പോയത്. അപ്പോ ഈ ഒരു ഫോക്സ് നേരെ മരിച്ചു വീഴുന്നത് എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറയുടെ പുറത്തേക്കാണ്. ഏത് പാറ? ഈ ഓർബ് അബ്സോർബ് ചെയ്തില്ലേ, പുതിയ രൂപമായിട്ട് മാറിയില്ലേ? സോ ആ ഒരു പാറയുടെ അടുത്ത്. അപ്പോ ഈ ഒരു ഓർബ് ഈ ഒരു ഫോക്സിന്റെ ഒരു ബോഡി ഷേപ്പും എല്ലാം അബ്സോർബ് ചെയ്ത് ഒരു ഫോക്സ് ആയിട്ട് മാറുകയാണ്. സോ അങ്ങനെ ഈ ഒരു ഓർബ് ഒരു ലിവിങ് തിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അങ്ങനെ ആ ഓർബിന് ആ ഒരു ഫോക്സിന്റെ രൂപം കിട്ടിയതും ഫസ്റ്റ് അതിനെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്, ഫസ്റ്റ് ടൈം അതൊരു പെയിൻ ഫീൽ ചെയ്യുകയാണ്. ആദ്യമായിട്ട് പെയിൻ ഫീൽ ചെയ്തതും അതിനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത് കാരണം തന്നെ അത് സ്വന്തമായിട്ട് ഹീലാവുകയാണ്. സ്വന്തമായിട്ട് ഹീലായിട്ട് നടന്ന് ദൂരത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഓർബ് എങ്ങോട്ടേക്കോ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ നടന്നു പോയി ഓർബ് സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പയ്യൻ പുറത്തേക്ക് വന്നിട്ട്, ഓ നീ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓർമ്മനെ കെട്ടിപ്പിടിക്കുന്നതും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നത്. 2 മാസം എന്നെ വിട്ടുപോയിട്ട് ഇപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയല്ലോ, നീ വരുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അതിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സോ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ചെന്നായ അല്ലെങ്കിൽ ഈ ഒരു ഫോക്സ് എന്ന് പറയുന്നത് ഈ ഒരു പയ്യന്റെ വളർത്ത് പെറ്റാണെന്നുള്ള കാര്യം. ഇതെല്ലാം ആ ഒരു ഓർമ്മയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലൊരു ഫീലിങ്സ് ആ ഒരു ഓർമ്മന് ഇതുവരെ വന്നിട്ട് പോലുമില്ല. അവിടെ കാണുന്ന കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്ന തീയും ആ തീയുടെ അടുത്ത് പോയാൽ പൊള്ളലേൽക്കും എന്നുള്ള കാര്യങ്ങളും എല്ലാം പുതുമയോടെ ആയിരുന്നു ഓർമ്മ നോക്കിക്കൊണ്ടിരുന്നത്. ആ പയ്യന്റെ സ്നേഹവും. എന്നിട്ട് ആ പയ്യൻ ആ ഒരു ഓർബിന് ആ ഫുഡൊക്കെ വെച്ചു കൊടുക്കുകയാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓർബിന് എങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് പോലും അറിയില്ല. എന്താ ജോഹൻ, നിനക്ക് ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, നീ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. നമുക്ക് ബാക്കിയെല്ലാം നാളെ നോക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം പയ്യൻ കുറച്ച് തടിയൊക്കെ വെട്ടിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ തടി എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ അവന്റെ ആന്റിയുടെ വീട്ടിലെ തടിയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ആന്റിയും അവന്റെ കുടുംബങ്ങളും താമസം മാറുന്നതിന് മുന്നേ അവിടെയാണ് താമസിച്ചിരുന്നത്. സോ ഇപ്പൊ അവിടെ ആരും താമസിക്കാനില്ല. ജോഗൻ, ഇതിന്റെ ആന്റിയുടെ വീടാണ്. ഈ ഒരു തടി കഷ്ണം നമുക്ക് കത്തല്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവരറിയാതെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നത്. അവർ വന്ന് കണ്ടാൽ തന്നെ നമ്മൾ എന്ത് പറയുന്ന അറിയില്ല. അവരൊക്കെ പോയിട്ട് 5 വർഷമായി. അവര് പാരഡൈസിൽ പോകുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇതുപോലെ ഈ ലോകത്തില് ഒരുപാട് മനുഷ്യരുണ്ടെന്നാണ് അവരെന്റെ അടുത്ത് പറഞ്ഞത്. ഇതുപോലെ കുറെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്, നല്ലതായിട്ടുള്ള വീടും നല്ല വസ്ത്രങ്ങളും എല്ലാം ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞത്. സോ അവരെല്ലാം കാണാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇവിടെ വിട്ട് പോയത്. പക്ഷെ ഇതുവരെ തിരിച്ചാരും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരെന്തായാലും ഒരു നാൾ എന്നെ കാണാൻ വേണ്ടി തിരിച്ചു വരുമെന്നുള്ള കാര്യം. പിന്നെ എന്റെ അങ്കിള് ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അത് എങ്ങനെ ഇരിക്കുന്നത് പോലും എനിക്കറിയില്ല. എനിക്കത് കഴിക്കാനും കൊതിയായിട്ട് വയ്യ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് ഒരു സ്ഥലം കാണിക്കുന്നത്. ഒരു ശവകുടീരം എന്ന് തന്നെ പറയാം. ഈ വയസ്സായി മരിച്ച ആൾക്കാരെല്ലാവരെയും ഇവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നത്. സോ ഈ ഒരു മരിച്ചുപോയ ആൾക്കാർക്ക് ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവരെ കൂടെയാണ് ഞാനും ഉള്ളത്. അപ്പോഴാണ് വേറൊരു വീട്ടിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. ഈ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. പക്ഷേ തുറന്ന് നോക്കിയപ്പോ അവിടെ ആരുമില്ല. വീണ്ടും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത് ആ ഒരു ഹുക്കിലുണ്ടല്ലോ, ആ ഒരു മീൻ പിടിക്കുന്ന ആ വലയിൽ ഒരു മീൻ കുടുങ്ങിയിട്ട് ശബ്ദം കണ്ടതാണ് അവിടെ കാണിച്ചത്. അല്ലാതെ വേറെ ഒന്നും അല്ലായിരുന്നു. സോ അങ്ങനെ ആ മീൻ കൊണ്ടുപോയിട്ട് അവര് റോ ഫുഡായിട്ട് കഴിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് വേവിക്കാതെ അല്ലെങ്കിൽ കുക്ക് ചെയ്യാതെ അവർ കഴിക്കുകയാണ്. പക്ഷേ ആ ഒരു ഫോക്സ് അല്ലെങ്കിൽ ആ ഒരു അവന്റെ പെറ്റ് അത് കഴിക്കുന്നില്ല. എപ്പോഴും അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ആ പെറ്റിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ് അവൻ കൊടുത്തത്. പക്ഷെ എന്നിട്ടും ആ പെറ്റ് കഴിക്കുന്നില്ല. ആ പെറ്റിനെ അങ്ങനെ കഴിക്കണം എന്ന് അറിയില്ല. കാരണം ഈസ് ഓർബ്. സോ അങ്ങനെ എങ്ങനെ കഴിക്കാനുള്ള രീതി എന്നൊക്കെ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതുപോലെ തന്നെ അവൻ എങ്ങനെയാണ് കഴിച്ചത് അതേപോലെ തന്നെ ആ ഓർബും കഴിക്കുകയാണ്. ഇത് കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്.
എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം. എന്നിട്ട് ആ ഒരു ജോഹന് അവൻ ഉള്ള പടങ്ങളെല്ലാം വരച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അങ്കിൾ, ഇതാണ് എൻ്റെ ചിറ്റപ്പൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരാരെയും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ പടങ്ങളെല്ലാം ഞാൻ വരച്ചു വയ്ക്കുന്നത്. അവരെന്തായാലും ഈ പാരഡൈസിലൊക്കെ പോയി മറ്റു നാട്ടുകാരുടെ അടുത്തൊക്കെ ജീവിച്ചിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയുമായിരിക്കാം എന്നൊക്കെ പറയുകയാണ്. നാളെ നമുക്ക് അവരെ തേടി പോകാം എന്നിങ്ങനെ പറയുകയാണ്. സോ അങ്ങനെ രാവിലെ ആയപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പയ്യനും ഈ ഒരു ഓർബും കൂടെ പോവുകയാണ് അങ്ങോട്ടേക്ക്. നടന്ന് ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. അവന്റെ വീടൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ദൂരത്തിൽ എത്തിയിട്ടുണ്ട്. സോ ഏത് വഴി പോകണം എന്നൊക്കെ അങ്കിള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഊഹം വെച്ചും ആ ഒരു ലക്ഷ്യം വെച്ചുമാണ് ഈ ഒരു ബോയ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഓർബും പയ്യനും കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സിമ്പൽ, ഒരു സൈൻ പോലെ കാണിച്ചിരിക്കുന്നത് കാണുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് പോയിട്ടുള്ളവര് ഒരു വഴി കണക്ക് ഇങ്ങനെ ഈ ആരെങ്കിലും പെട്ടുപോയാൽ തന്നെ എങ്ങോട്ടേക്കാണ് പോകാനുള്ളത് എന്നൊരു വഴി കാണിച്ചു തരുന്ന സിമ്പിളാണ് വെച്ചിരിക്കുന്നത് അവിടെ. സോ അവിടെ വെച്ച് നമ്മുടെ ബോയ്ക്ക് അല്ലെങ്കിൽ ആ പയ്യന് മനസ്സിലാവുകയാണ് എന്റെ പാരന്റ്സ് അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ഇങ്ങനെ ഒരു മെസ്സേജ് വെച്ചിരിക്കുന്നതാണ് എനിക്ക് വഴി തെറ്റായിരിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം അവന് മനസ്സിലാവുകയാണ്. അവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. സോ നമ്മൾ എങ്ങനെയായാലും ഉറപ്പായിട്ടും അവരടുത്ത് കൊണ്ട് എത്തിക്കും. നമുക്കങ്ങനെ അവരുടെ കൂടെ പോയി ഇരുന്നിട്ട് നമുക്ക് പുതിയ ഫുഡ് കഴിക്കാൻ പറ്റും, പുതിയ നാട്ടുകാരെ കാണാനും പറ്റുന്ന സന്തോഷത്തിലേക്ക് അവൻ പറയുകയാണ്. എപ്പോഴൊക്കെ ആ സിമ്പിൾ കാണുന്നു അവിടെ എല്ലാം വെച്ച് അവന്മാർ റെസ്റ്റ് എടുത്താണ് പോകുന്നത്. അങ്ങനെ നടന്ന് ഒരു ദിവസം അവര് മരത്തിന്റെ ഒരു പീസ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മൗണ്ടൈന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ വെച്ച് ഉറപ്പായിട്ടുണ്ട് അവർക്ക്. വേറൊരു ചെടി കണ്ടപ്പോൾ ഈ പയ്യൻ അതും കൂടെ നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു മഞ്ഞകട്ട പൊട്ടി താഴേക്ക് വീഴുന്നത്. അവൻ എങ്ങനെയൊക്കെ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവന് ഭയങ്കരമായിട്ട് കുളിക്കുകയാണ്. അവന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് വയ്ക്കപ്പോഴാണ് കാലിൽ ആഴത്തിലൊരു മുറിവ് കാണുന്നത്. ആ ഒരു മുറിവ് അങ്ങനെ അവിടെ തുണി വെച്ച് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ജോഹൻ, ഞാനെല്ലാം റെഡിയാക്കി, നമുക്ക് നാളെ സെറ്റാക്കിയിട്ട് പോവാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ജേണി കണ്ടിന്യൂ ചെയ്യുകയാണ്. നല്ല മഞ്ഞുള്ള കാറ്റൊക്കെ വീശുന്നുണ്ട്. പിന്നെ ആ പയ്യനും ഒരുമാതിരി വീക്കായി വരികയാണ്. അവനെ കൊണ്ട് അത് പറ്റുന്നില്ല കാണുന്നത്. എന്നാലും ആ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു മാർക്ക് കാണുകയാണ്. ഇവർ രണ്ട് സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോഴാണ് ഇതിന് മേലിൽ അങ്ങോട്ടേക്ക് പോകരുതെന്നോ അത് ഇൻറ്റു മാർക്കാണ് ഇട്ടേക്കുന്നത്. അവിടെ അല്ലാതെ അങ്ങോട്ടേക്ക് പോകാനല്ല ഇട്ടേക്കുന്നത്. അവരുടെ ആ ഫാമിലി മെമ്പേഴ്സ് വന്ന വണ്ടിയെല്ലാം തകർന്ന് കിടക്കുന്നതാണ് അവിടെ കാണുന്നത്. പിന്നെ ഒരുപാട് പേരെ കുഴിച്ചിട്ടതും ശവകുടീരത്തിന്റെ അടയാളവും അവിടെ കാണുന്നുണ്ട്. എന്നാലും അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെയൊക്കെ അവൻ സ്വന്തമായിട്ട് തന്നെ അവനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞ് അവനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അവനെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കരയുകയാണ് അവിടെ ഇരുന്നു. അവൻ ഒറ്റപ്പെടലിൽ തന്നെ അങ്ങ് പെട്ടുവരികയാണ്. ആകെ അവൻ ആ ഒരു പെറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജോഹന്റെ അടുത്ത് നീ എന്തായാലും സംസാരിക്കുന്നൊക്കെ പറയുകയാണ്. ഈ ജോഹൻ എന്ന് പറയുന്ന ചെന്നായില്ല, അതിനൊന്നും അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് തന്നെ അതും ഇങ്ങനെ കേട്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നിനക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലേ, ഞാനല്ലേ നിന്റെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞ ആ പയ്യൻ ഫീൽ ചെയ്ത് കരയുകയാണ്. ഇതെല്ലാം കാരണം ഞാനാണ്, നിന്നെയും എന്നെ കൂടെ കൊണ്ടുവന്ന് ഇത്രയും പ്രശ്നത്തിൽ ആളാക്കിയിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് പോവുകയാണ്. സോ അങ്ങനെ വന്ന വഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പയ്യന് കാലിൽ അടി കിട്ടിയത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ വയ്യാതെ വീണിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ വന്ന് വീട്ടിൽ ചെന്ന് എത്തുകയാണ്. ആ പയ്യന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വീക്കാവുകയാണ്. അങ്ങനെ ഈ ജോഹൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഒരു പയ്യനൊക്കെ വിശക്കുന്നു എന്ന് ചോദിച്ചിട്ട് വൈകി തന്നെയും അവന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ജോഹൻ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു മുറിവ് എന്തായാലും ഹീലാവും, അതിനുശേഷം ഞാൻ നിന്റെ കൂടെ എന്തായാലും കാണും എന്നൊക്കെ പറയുകയാണ്. അത്രയ്ക്ക് ആഴമുള്ള മുറിവായതുകൊണ്ട് തന്നെ ഒരു തുണി വെച്ചിട്ട് കെട്ടിയിട്ട് പോലും ആ രക്തം നിൽക്കുന്നില്ല. അവന്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി മാറുകയാണ്. അതിന്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് സിവിയർ ആയതിനു ശേഷം അവന് ബെഡ് വിട്ട് തിരിച്ച് തറയിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. സോ ഇനി ഈ ഒരു മോശമായിട്ടുള്ള കണ്ടീഷനിൽ എന്നെ അവർ തിരിച്ചു വന്ന് കാണേണ്ട ആവശ്യമില്ല. അവർ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ചെയറിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവൻ ചെയറിൽ കയറി ഇരിക്കുകയാണ്. ഉറപ്പായിട്ട് അവർ തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് മാത്രം ചെയ്യുക, എന്നെ ഒരിക്കലും നീ മറക്കരുത്, എന്നെ നീ മറക്കേ ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയറിൽ കിടക്കുകയാണ്. ഓർബിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓർബും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ആ ഒരു പയ്യൻ ചെയറിൽ നിന്ന് തറയിലേക്ക് വീഴുകയാണ്. ഓർബും അവന്റെ അടുത്ത് പോയിട്ട് അവനെ പിടിച്ച് വലിച്ചു നോക്കുകയാണ്. എന്നിട്ട് പോലും അവൻ ഒരനക്കമില്ല. സോ ഇത്രയും നേരം അതിന് കിട്ടാത്തൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഓർബിന് വരാത്തൊരു ഫീലിങ്സ് ഇപ്പോൾ പുതിയതായിട്ട് വരികയാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിങ്സ്. അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഓർബ് ഫസ്റ്റ് ടൈം ആയിട്ട് ഹ്യൂമന്റെ ഫോമിലേക്ക് മാറുകയാണ്. സോ ഓർബിന് ഇങ്ങനെ പെട്ടെന്ന് വേറൊരാളുടെ രൂപം അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എടുക്കണമെങ്കിൽ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെ വേണം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യന്റെ രൂപം എടുക്കുകയാണ്. ആ പയ്യന് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു മരിച്ചുപോയ പയ്യൻ യഥാർത്ഥത്തില് മരിച്ചുപോയ ജോഹനെ മീറ്റ് ചെയ്യുകയാണ്. മരിച്ചുപോയ മറ്റെല്ലാ ആൾക്കാരോടെയും ചേർന്നിട്ട് ഞാൻ ഇനി ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഇത്രയും പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിലോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ വേറെ ഡയമെൻഷനിലോ ഇരിക്കുന്നതായിട്ട് നമുക്കൊന്ന് കാണിക്കുകയാണ്. സോ അങ്ങനെ ഈ ഒരു ഓർബ് വേറെ കുറെ മനുഷ്യന്മാരെ കുറിച്ച് അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി ആ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. ആ പയ്യനെ പോലെ ഈ ഒരു ഓർബും മറ്റുള്ള മനുഷ്യരെ തേടി പോവുകയാണ്. സോ ഇവിടെ വെച്ച് എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്. എപ്പിസോഡ് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.